നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാൻ BJP. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നവീനമായ തന്ത്രങ്ങളാണ് BJP സംസ്ഥാനത്ത് പയറ്റാൻ ഒരുങ്ങുന്നത്. കേന്ദ്രത്തിന്റെ കർശനമായ നിർദ്ദേശങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20% വോട്ട് നേട്ടം BJP ഉണ്ടാക്കിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 25% ഉയർത്തുകയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും BJPയുടെ കേരളത്തിലെ വോട്ട് വിഹിതം 30% ഉയർത്തുകയുമാണ് പാർട്ടിയുടെ ലക്ഷ്യം. 30% വോട്ട് വിഹിതം ഉയർത്തുമ്പോൾ 30 മുതൽ 40 വരെ സീറ്റുകൾ നേടുമെന്ന് BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അത്രയൊന്നും ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ BJPക്ക് 10ഓളം സീറ്റുകളിൽ കേരളത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആ നിയമസഭാ സീറ്റുകളെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നേതാക്കന്മാരെ നിശ്ചയിച്ചതും നേതാക്കന്മാർക്ക് ഓരോ ജില്ലകളുടെയും ഓരോ മുനിസിപ്പാലിറ്റികളുടെയും ഓരോ കോർപ്പറേഷന്റെയും ഒക്കെ ചുമതല നൽകിയതും. 10 സീറ്റുകൾ BJP വിജയിക്കാൻ സാധ്യതയുള്ളത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രധാനമായും പറയാം തിരുവനന്തപുരത്ത് നേമം സീറ്റിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ഓളം വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ 1ാം സ്ഥാനത്ത് വന്നതാണ്. ആ നേമത്ത് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടി ആയതുകൊണ്ടും K മുരളീധരൻ അവിടെ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് BJP പരാജയപ്പെട്ടത്. അതും കേവലം 3000 സംതിങ് വോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രം. എന്നാൽ ഇക്കുറി നേമം എന്നത് BJP സംബന്ധിച്ച് ഒരു ഷുവർ സീറ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. മറ്റൊന്ന് കഴക്കൂട്ടത്ത് വി മുരളീധരന് ചുമതല നൽകി കഴിഞ്ഞിരിക്കുന്നു. വർക്കല മുനിസിപ്പാലിറ്റിയുടെയും കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിന്റെയും പൂർണ്ണസമയ ചുമതല വി മുരളീധരനാണ്. മുരളീധരനോട് മത്സരിക്കും. മിക്കവാറും വലിയൊരു ഫൈറ്റ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. കടകംപള്ളി സുരേന്ദ്രനാണ് CPM ടിക്കറ്റ് മത്സരിക്കുന്നതെങ്കിൽ ഒരു ഗംഭീര ഫൈറ്റ് അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നേരിയ വോട്ടിന് വി മുരളീധരൻ വിജയിക്കാനുള്ള സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം കാട്ടാക്കടയാണ്. PK കൃഷ്ണദാസിന് ചുമതല നൽകി കഴിഞ്ഞു. കൃഷ്ണദാസിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമായുണ്ട്. 40,000-ലധികം വോട്ടുകൾ BJPക്ക് സ്ഥിരമായി ലഭിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഒരു 10,000 വോട്ടിന്റെ ഡിഫറൻസ് മതസാമുദായിക സമവാക്യങ്ങളിലൂടെ മറിക്കാൻ കഴിഞ്ഞാൽ BJP പ്രതീക്ഷിക്കാവുന്ന ഒരു സീറ്റാണ് കാട്ടാക്കട. മറ്റൊന്ന് ചേർത്തല അല്ലെങ്കിൽ കായംകുളം. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കേന്ദ്രീകരിച്ച് ഗംഭീരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. കായംകുളത്ത് ഈഴവ വോട്ടുകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. വെള്ളാപ്പള്ളിയുടെ ഏറ്റവും അടുപ്പക്കാരി മാനസപുത്രി എന്ന് വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ വിശേഷിപ്പിക്കാം. രാഷ്ട്രീയത്തിനപ്പുറം ശോഭാ സുരേന്ദ്രന് പിന്നിൽ SNDP ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ശോഭയിലൂടെ താമര വിരിയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിൽ നിരവധി മണ്ഡലങ്ങളുണ്ട്. വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ചുരുക്കമാണ്. അതുപോലെ തന്നെ തൃശ്ശൂരിൽ 1-2 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വളരെ വലിയ മാർജിനിലാണ് BJP ലീഡ് ചെയ്തത്. അതുപോലെ തന്നെ പാലക്കാട് സീറ്റിൽ BJP വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. അതുപോലെ മഞ്ചേശ്വരത്ത് വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. ഒപ്പീനിയൻ പോളുകൾ 2-3 എണ്ണത്തിൽ കൃത്യമായി തന്നെ ഒരു കാര്യം പറയുന്നു. കോഴിക്കോട് BJPക്ക് ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ആ സീറ്റ് ഏതാണ്, കോഴിക്കോട് നോർത്താണോ ഏതാണ് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെ തന്നെ കോഴിക്കോടിന്റെ ചുമതല നൽകിക്കൊണ്ട് BJP രണ്ടും കൽപ്പിച്ചുള്ള ഒരു പോരാട്ടത്തിനാണ്. എന്തായാലും ഈ നില തുടർന്നാൽ, ഈ പ്രവർത്തനങ്ങൾ BJP തുടർന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിയമസഭയിൽ 10ഓളം BJP പ്രതിനിധികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിലത്തെ തന്ത്രപരമായ നീക്കം BJPയുടേത് ഇത്തരത്തിലാണ്. അതായത് സ്വർണ്ണക്കൊള്ളയടക്കം ശബരിമല വിഷയമടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ പ്രക്ഷോഭം ശക്തമാക്കുക, പിണറായി വിജയൻ സർക്കാരിനെതിരെ തെരുവുകളിലടക്കം പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് അണികളിൽ വലിയൊരു ആവേശം നിറയ്ക്കുക. ആ ആവേശം ഒരു വർഷക്കാലം കെടാതെ സൂക്ഷിക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു ഓളം നിലനിർത്തുക. അത് ആണ് BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഐഡിയ. അത് വിജയിക്കാനായാൽ, ഈ ഓളത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്ഭുതങ്ങൾ കാട്ടാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ.